ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓൾറെഡി നമ്മൾ പ്രൊപ്പഗേറ്റേഴ്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വുമൺ ആൻഡ് ദ ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റിലെ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വുമൺ വേർ ലെസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഇൻ ദ മെഡീവൽ സൊസൈറ്റി. നമ്മുടെ മധ്യകാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ പരിഗണന കുറവായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊന്നും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്ത് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയും. കണ്ടീഷൻസ് റിമൈൻ ദ സെയിം റിലേഷൻ ടു ഫ്രീഡം ഓഫ് വർഷിപ്പ്. ആരാധനയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത്. വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്, പക്ഷേ നമ്മുടെ ഈ ഭക്തി മൂവ്മെൻറ്റ് വന്നതോടുകൂടി മെനി വുമൺ took to composing and singing hymns and songs to worship the deity of their choice. ഭക്തി മൂവ്മെൻറ്റ് വന്നതോടുകൂടി പല സ്ത്രീജനങ്ങളും പല സ്ത്രീകളും അവർക്ക് ഇഷ്ടമുള്ള ദൈവത്തിനെ കുറിച്ച് കീർത്തനങ്ങൾ എഴുതുകയും കമ്പോസ് ചെയ്യുകയും അത് ആലപിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഒരു ഒന്നാമത് പ്രത്യേകത എന്ന് പറയാം. സ്ത്രീജനങ്ങൾക്ക് അവിടെ മുൻഗണന കൊടുത്തിട്ടുണ്ട്. മുൻഗണനയല്ല, അവർക്ക് തുല്യ പരിഗണനയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. മീരാബായി വാസ് എ രാജ്പുത് പ്രിൻസസ് ഹു ലീവ്ഡ് ഇൻ ചിറ്റൂർ, രാജസ്ഥാനിലുള്ള ഒരു രാജകുമാരി ആയിരുന്നു മീരാബായി എന്ന് പറയുന്നത്. ഷീ ഗേവ് അപ്പ് ഓൾ ദ വേൾഡ്ലി കംഫർട്ട്സ് ആൻഡ് ഇമ്മേഴ്സ്ഡ് ഹെർസെൽഫ് ഇൻ ഡിവോഷൻ ടു കൃഷ്ണ. മീരാബായിയെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. മീരാബായി ഭയങ്കര കൃഷ്ണഭക്തയായിരുന്നു. എങ്കിൽ കൂടി അവരൊരു രാജകുമാരി ആയിരുന്നിട്ട് കൂടി അവരുടെ സൗകര്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കൃഷ്ണനോടുള്ള ആരാധന മൂത്തിട്ട് അവരെന്താ ചെയ്ത് കൃഷ്ണനെ കുറിച്ചിട്ടുള്ള കീർത്തനങ്ങളും ഭജനങ്ങളും രചിക്കുകയും അത് ആലപിക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃഷ്ണ ഭജൻസ് കമ്പോസ്ഡ് ബൈ മീരാബായി ആർ വെരി പോപ്പുലർ. മീരാബായി രചിച്ചിട്ടുള്ള കൃഷ്ണ ഭക്തി ഗാനങ്ങൾ വളരെ പോപ്പുലർ ആയിരുന്നു. കാരക്കൽ അമ്മയാർ ആൻഡ് ആണ്ടാൾ വെർ ഫേമസ് ഡിവോട്ടീവ് പോയറ്റ്സസ് ഫ്രം തമിഴ്നാട്. തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 2 കവയിത്രികളായിരുന്നു കാരക്കൽ അമ്മയാറും അതുപോലെ ആണ്ടാളും. നമ്മുടെ മധ്യകാലഘട്ടത്തിൽ അല്ലേ, മെഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന സ്ത്രീ കവയിത്രികളായിരുന്നു. അവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ദെയർ കമ്പോസിഷൻ ഈസ് എക്സ്പ്രസ് ഡീപ്പ് ഡിവോഷൻ. അഗാധമായ ദൈവത്തോടുള്ള ഭക്തി അവരെങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? അവർ രചിക്കുന്ന കീർത്തനങ്ങളിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അക്ക മഹാദേവി വാസ് എ പ്രോമിനൻറ്റ് ഫിഗർ ഇൻ ദ വീരശൈവ മൂവ്മെൻറ്റ്. വീരശൈവ മൂവ്മെൻറ്റിലെ ഏറ്റവും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കവയിത്രിയായിരുന്നു അക്ക മഹാദേവി. ഷീ ലീഡ് ഡിസ്കഷൻ എഗെയിൻസ്റ്റ് എ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഒപ്രഷൻ ഓഫ് വുമൺ ഫേസ്ഡ് ഇൻ ദോസ് ഡേയ്സ്. വീരശൈവ മൂവ്മെൻറ്റിൽ വളരെ പ്രശസ്തമായൊരു സ്ത്രീ സാന്നിധ്യമായിരുന്നു അക്ക മഹാദേവി എന്നുള്ളത്. ഷീ ലീഡ് ഡിസ്കഷൻ എഗെയിൻസ്റ്റ് സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഒപ്രഷൻ. സ്ത്രീജനങ്ങൾക്ക് മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അടിച്ചമർത്തലുകളെയും അതുപോലെ സാമൂഹികപരമായിട്ടുള്ള പരിഗണന നൽകാതിരിക്കുന്നതിനെയൊക്കെ ചോദ്യം ചെയ്യുകയും അതിനെല്ലാം എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അക്ക മഹാദേവി. ബഹീനാബായ് ആൻഡ് സൊയാരാബായ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ലാൽ ദേദ് ഓഫ് കാശ്മീർ ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് ദ ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റിന് ഇവരെ കൂടാതെ മീരാബായ്, കാരക്കൽ അമ്മയാർ, ആണ്ടാൾ, അക്ക മഹാദേവി കൂടാതെ ആരൊക്കെ ഉണ്ടായിരുന്നു? മഹീനാബായ്, സൊയരാബായ്, അതുപോലെ ലാൽ ദേദ് തുടങ്ങിയവരെല്ലാവരും എന്തുണ്ടായിരുന്നു? ഭക്തി മൂവ്മെൻറ്റിലുള്ള സ്ത്രീ സാന്നിധ്യങ്ങളായിരുന്നു. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഭക്തി മൂവ്മെൻറ്റ് വന്നതോടുകൂടി കുറേ സ്ത്രീ ജനങ്ങൾക്ക് അവർക്ക് കുറച്ച് മുൻഗണന നൽകാൻ തുടങ്ങി. സമൂഹത്തിൽ അംഗീകാരങ്ങൾ നൽകാൻ തുടങ്ങി. ആ അംഗീകാരങ്ങൾ കൊടുത്തത് മൂലമാണല്ലോ ഈ സ്ത്രീകൾ ഇതേപോലെ അവരുടെ കീർത്തനങ്ങളൊക്കെ രചിക്കുകയും അത് ആലപിച്ചുകൊണ്ട് മുന്നോട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വരാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻറ്റ് റോൾ ഓഫ് മീരാബായ്, അക്ക മഹാദേവി എക്സെട്ര ഇൻ ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റ് കാലഘട്ടത്തിൽ നമ്മുടെ മീരാബായിയുടെയും അക്ക മഹാദേവിയുടെയും റോൾ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. മീരാബായ് ആൻഡ് അക്ക മഹാദേവി വാസ് മോസ്റ്റ് പോപ്പുലർ വുമൺ പോയറ്റ്സസ് ഇൻ medieval India. Women were less recognized and respected in the medieval society. With the advent of Bhakti movement, many women took of composing and singing hymns and songs to worship the deity of their choice, like Mirabai and Akka Mahadevi. Akka Mahadevi's Bhajana is a dialogic addressed directly to Shiva. She seeks confirmation
and assurance from him on worldly matters, spiritual, and drawing up a unique relationship with Shiva. She led a discussion against the social and spiritual oppression the woman faced in those days. The woman point saying Mirabai was a bug. She discovered Krishna's existence everywhere. Mirabai deals with the overcome number of patriarchal difficulties in the bhakti sphere. Additionally, the spiritual path was regarded as a domain for men similar to the societal and political dreams. Next topic, impact of the ഭക്തി മൂവ്മെൻറ്റ്. അത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. The aim of the Bhakti movement was dedication to one's favorite deity through music and devotion. ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടിരിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. However, later the movement was able to bring about progressive change in India's social and religious sphere. എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹികവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. Most of the Bhakti poets in the Bhakti movement were from the so-called marginalized caste group. ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂരിപക്ഷം ഭക്തകവികളും ഭക്തി പ്രസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ഭൂരിപക്ഷം ഭക്തി കവികളും താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളവരിൽ നിന്നുള്ളവരായിരുന്നു. കാരണം അവരെല്ലാവരും മാർജിനലൈസ്ഡ് കാസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നു. ദേ ക്വസ്റ്റ്യൻ കാസ്റ്റ് സിസ്റ്റം ആൻഡ് പ്രിവിലേജ് എൻജോയ്ഡ് ബൈ ദ ബ്രാഹ്മിൻസ്. അവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവർ ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു. As a result, the concept of social equality began to emerge. അങ്ങനെ അവർ ചോദ്യം ചെയ്യപ്പെട്ടതിലൂടെ അവിടെ എന്താ സാമൂഹ്യ സമത്വം എന്നൊരു ആശയം രൂപപ്പെടാൻ തുടങ്ങുകയാണ് ഉണ്ടായത്. വുമൺ വെർ അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻ ഇൻ അനുഭവ മണ്ഡപ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ, അനുഭവ മണ്ഡപത്തിൽ അങ്ങനെ സ്ത്രീകൾക്ക് എന്താ അഭിപ്രായങ്ങൾ പറയുവാനൊക്കെ ഉള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അനുഭവ മണ്ഡപം ആരാണ് കൊണ്ടുവന്നത്? വാസവണ്ണ അല്ലേ. അവിടെ എല്ലാ വ്യക്തികൾക്കും അഭിപ്രായങ്ങൾ പറയുവാനും വാസവണ്ണ എന്താ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രചാരകൻ എന്താ ചെയ്തത്? തൻ്റെ ആശയങ്ങൾ വചനങ്ങളുടെ രൂപത്തിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ. Their opinion gained recognition and made them think about the idea of equality between men and women. അവിടെ എന്താണ് പറയപ്പെടുന്നത്? സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം മറ്റുള്ളവരുടെ ഇടയിൽ ചിന്തിപ്പിക്കുകയും ഇക്വാളിറ്റി പറഞ്ഞാൽ എന്താണ്? സമത്വം കൊണ്ടുവരികയാണ് ചെയ്തത്. ദ ഭക്തി മൂവ്മെൻറ്റ് വാസ് ഓൾസോ ഏബിൾ ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ ഓക്യുപ്പേഷൻ. അതുകൂടാതെ ജനങ്ങൾക്ക് എന്തിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകാൻ കഴിഞ്ഞു? ഓക്യുപ്പേഷൻ അതായത് ജോലി, തൊഴിലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഭക്തി പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ച് നമ്മൾ എന്താ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകർ, അതിലുള്ള സ്ത്രീജനങ്ങൾ, ഭക്തി പ്രസ്ഥാനം വന്നതോടുകൂടി നമ്മുടെ സൊസൈറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇത്ര ടൈം നമ്മളെന്താ പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂഫി മൂവ്മെൻ്റ് ആണ്. ആദ്യം നമുക്ക് എന്താണ് സൂഫിസം എന്ന് നോക്കാം. സ്കോളേഴ്സ് സജസ്റ്റഡ് ദാറ്റ് ദ വേർഡ് സൂഫിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് സൂഫി മീനിങ് ദ വുഡ് ഓർ ഫ്രം ദ വേർഡ് സാഫി മീനിങ് പ്യൂരിറ്റി. അതായത് സൂഫിസം എന്ന പദം ഉണ്ടായിട്ടുള്ളത് കമ്പിളി എന്ന അർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നോ അതല്ലെങ്കിൽ ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇവിടെ നോക്കാം നമുക്ക്. Jalaluddin Khilji, the Sultan of Delhi, revealed his desire to Amir Khusro to meet Sheikh Nizamuddin Auliya. The Sultan insisted that the meeting should be kept secret as Auliya would refuse to meet him. ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയെ കാണാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ സന്ദർശന വിവരം അദ്ദേഹം അറിയുകയാണെങ്കിൽ അദ്ദേഹം അത് നിരസ്കരിക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അറിയരുത് എന്നാണ് പറഞ്ഞത്. സീക്രട്ടായി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് ഹി കം ടു നോ അബൌട്ട് ഇറ്റ് ബട്ട് ഖുസ്രു ടോൾഡ് this to ഔലിയ.
Then Auliya, who did not like to meet ruler, traveled far on the day of the visit. ആ വിസിറ്റിൻ്റെ സമയത്ത് എന്ത് ചെയ്തു? ഔലിയ എന്ത് ചെയ്തു? ദൂരസ്ഥലത്തേക്ക് യാത്ര പോയി. ഓൺ റീച്ചിങ് ദ ഗനാഫ്, ദ കിങ് കുഡ് നോട്ട് സീ ദ ഷെയ്ഖ് ആൻഡ് ബിക്കം ആംഗ്രി വിത്ത് ഖുസ്രു. അപ്പോൾ രാജാവ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്താ ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു. കാരണം എന്താ? ഞാൻ വന്നത് പറയുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹം ദൂരയാത്ര പോയത്. അപ്പോൾ ഇത് സീക്രട്ടായി വെക്കാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് പറയും. യു വേർ ഡിസീവിങ് ദ സുൽത്താൻ, വേർ ഇൻ യു? ഖുസ്രു റിപ്ലൈഡ്, ഇഫ് ഐ ഡിസീവ് ദ കിങ് only my life in this world will end, but if I cheated my sheikh I will lose the immortal afterlife too. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ. പക്ഷേ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാകും എനിക്ക് നഷ്ടപ്പെടുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഗുരുവിനോട് സത്യം പറഞ്ഞത്, കാര്യം പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Doesn't this incident tell us that Khusru, who was not afraid of death, was afraid of the displeasure of the Sufi Sheikh Nizamuddin Auliya? What else did you learn from this story? അതായത് മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തൻ്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയയുടെ അപ്രീതിയെ ഭയപ്പെട്ടിരുന്നു എന്നാണ് ഈ സംഭവം നമ്മളോട് പറയുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കണം. സൂഫീസ് were those who accepted ഭക്തി as a means to approach God. അതായത് ഭക്തിയെ ദൈവത്തോടടുക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. Sufi scholars thought one of the way to achieve this was devotional singing. ഇതെങ്ങനെയാണ് നമ്മൾക്ക് പറ്റാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു വഴി എന്ന് പറയുന്നത് ഭക്തി ഗാനാലാപനമാണ്. ഭക്തിയോടുകൂടി നമ്മൾ കീർത്തനങ്ങൾ ആലപിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ദൈവത്തോട് അടുക്കാൻ കഴിയുക എന്നാണ് അവർ കരുതിയിട്ടുണ്ടായിരുന്നത്. They travelled among the common people and propagated Sufi principles. അവരെന്താ സാധാരണ ജനങ്ങൾക്കിടയിൽ യാത്ര ചെയ്തിട്ട് കുറേ ദൂരമൊക്കെ സഞ്ചരിച്ചിട്ട് അവരെന്ത് ചെയ്തു? സൂഫി തത്വങ്ങളെ പ്രചരിപ്പിച്ചു. പ്രിൻസിപ്പിൾസ് ഓഫ് സൂഫിസം പറഞ്ഞാൽ സൂഫി തത്വങ്ങൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കാനുണ്ടായിരുന്നത്. എംഫസിസ് വാസ് ഗിവൺ ടു ദ കൺസെപ്റ്റ് ഓഫ് മോണോത്തിസം, ഫ്രറ്റേണിറ്റി, ഹ്യൂമണിറ്റി ആൻഡ് ഡിവോഷൻസ് ഓഫ് ഗുഡ്. അതുകൂടാതെ അവരെന്തൊക്കെയാണ് പ്രചരിപ്പിച്ചത്? ഏകദൈവ വിശ്വാസം. ഹോമോത്തിസം പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം, ഒറ്റ ദൈവത്തെ മാത്രമാണ്, ഒറ്റ ശക്തിയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം. അതുകൂടാതെ സഹോദര്യം, മനുഷ്യ സ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങളാണ് അവർക്ക് പ്രാധാന്യം നൽകിയിരുന്നത്. സൂഫിസം ഇസ് എ ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെൻറ്റ് വിച്ച് ഒറിജിനേറ്റഡ് ഇൻ സെൻട്രൽ ഏഷ്യ. അതായത് മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഒരു ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. The ruler here began to pay more attention to worldly pleasure like wealth, power and luxurious life. ഇവിടെ നോക്കൂ, ഇവിടങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത്, അംഗീകാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളായിരുന്നു കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. It was against such trend that the Sufi movement emerged. ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. The Sufi movement reached India by 12th century CE. 12ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം വന്നത്. Among the 12 Sufi sects known as Silsilas, the Chishti Suhrawardi സിൽസില റീച്ച്ഡ് ഇന്ത്യ. ഇതിൽ 2 വിഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? സൂഫി വിഭാഗങ്ങൾ 2 ചിസ്തിയും സുഹർവർദി എന്നീ 2 സിൽസിലകളായിരുന്നു നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ദ സൂഫി മാസ്റ്റേഴ്സ് വേർ ones who gave importance to spiritual life, abstaining from luxurious life. The Sufi masters were called Pir and his followers were called Murid. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആത്മീയ ജീവിതത്തിന് അവരെന്ത് ചെയ്തു? പ്രാധാന്യം നൽകി. ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞ് നിന്നവരാണ് സൂഫികൾ. അവർ സൂഫി ഗുരുക്കന്മാർ. അതായത് അവരെന്താ ആഡംബര ജീവിതം, ഒരുപാട് സുഖ സൗകര്യങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. സൂഫി ഗുരുവിനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് പിർ എന്നും, അതായത് ഷെയ്ഖ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇവരുടെ അനുയായികൾ, ഫോളോവേഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് മുരീദ് എന്നായിരുന്നു.
The Kanhas where the Sufis reside were the social center of the time. ആ കാലഘട്ടത്തിൽ സൂഫികളുടെ താമസ സ്ഥലങ്ങളെ അറിയപ്പെടുന്നത് ഖാൻഖാഹുകൾ എന്നായിരുന്നു. അതുകൂടാതെ ക്വാലിസ് were devotional song rendered in special chanting style called സമ in Sufi center. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്നൊരു പ്രത്യേക ഗാനാലാപന ശൈലിയായിരുന്നു ഭക്തിഗാനങ്ങളായിരുന്നു ആലപിച്ചിട്ടുണ്ടായിരുന്നത്. ഗാനാലാപന ശൈലിയുടെ പേരെന്ന് പറയുന്നത് എന്തായിരുന്നു? ഗ്വാലീസ് എന്നാണ്. During the Sultanate and Mughal period, Sufis were able to bring about unity among different religion sectors. അതായത് ആ കാലഘട്ടങ്ങളിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ തമ്മിൽ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൂഫികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. The major Sufi masters in India and the region related to them are given below. അതായത് കുറേ നമ്മളുടെ പ്രൊമോട്ടേഴ്സ് സൂഫി മാസ്റ്റേഴ്സും അവിടെ റീജിയൻ സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത്. ഷെയ്ഖ് ഷിഹാബുദ്ദീൻ ഷുഹ്രാവർദി സില്ലത്ത്, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി, ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രിപ്പയർ ദ ഇൻഫർമേഷൻ റിക്വയർഡ് ടു മേക്ക് ഫ്ലിപ്പ് ബിഗ് ഓൺ സൂഫി മൂവ്മെൻറ്റ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് ഫ്ലിപ്പ് പേജ്. ഫ്ലിപ്പ് പേജ് നമുക്കറിയാം, ഓരോരോ പേജിൽ കുഞ്ഞു കുഞ്ഞ് ഡീറ്റെയിൽസ്, അതായത് ഷോർട്ടായിട്ട് നമ്മൾ ഓരോ ഇതിനെക്കുറിച്ചിട്ടും പറയാം. അത് മൊത്തം ആ ഫ്ലിപ്പ് ബുക്ക് മൊത്തം വായിച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെ അപ്പോൾ ഓരോ കുഞ്ഞു പേജിൽ ഓരോ ഇതുമായി പെട്ട സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടുള്ള കുഞ്ഞു ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്നതാണ്. ഞാനത് ഇവിടെ പോയിൻ്റായിട്ട് കൊടുക്കാം. നിങ്ങളത് ഫ്ലിപ്പ് ബുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഓരോരോ പേജിലായിട്ട് അത് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്താൽ മതി. Growth of vernacular language. Bhakti Sufi propagators use vernacular language to spread their ideas among common people. സാധാരണ ജനങ്ങൾക്കിടയിൽ ഭക്തി സൂഫി മൂവ്മെൻറ്റ് വന്നത്, അതായത് പ്രചാരകർ പ്രചരിപ്പിച്ചിരുന്ന ലാംഗ്വേജ് ഭാഷ എന്ന് പറയുന്നത് വെർനാക്കുലർ ലാംഗ്വേജാണ്, പ്രാദേശിക ഭാഷയാണ്. ആ സ്ഥലത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷയായിരുന്നു ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. This growth of regional language. Many devotional poems were composed in language like Tamil, Punjabi, Bengali, Marathi, Telugu, Kannada, Malayalam, etc. Many other literary works in vernacular language were also composed. അതായത് റീജിയണൽ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷകളിൽ കമ്പോസ് ചെയ്യും. സാധാരണ ഉപയോഗിച്ചിരുന്ന ഭാഷകൾ എന്ന് പറയുന്നത് തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുഗു, കന്നഡ, മലയാളം എന്ന ഭാഷകളിലായിരുന്നു കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ വേറെയും ലിറ്റററി വർക്ക്സും ഒരു വെർനാക്കുലർ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉറുദു, എ കോമ്പിനേഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി, ഈസ് എക്സാമ്പിൾ ഓഫ് ഇന്ത്യാസ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ. പേർഷ്യൻ ഭാഷയും ഹിന്ദിയും കൂടി ചേർന്നിട്ട് വന്നിട്ടുള്ള ഒരു ഭാഷയാണ് ഉറുദു. ഇതിനൊരു എക്സാമ്പിളാണ്. നമ്മൾക്ക് പുതിയ ഭാഷകൾ വന്നതിന്. അബീർ ഖുസ്രു വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് റൈറ്റർ ഓഫ് ദ ഉറുദു ലാംഗ്വേജ് ഡ്യൂറിങ് ആ പീരീഡിൽ ഉറുദു ഭാഷയിൽ രചിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അമീർ ഖുസ്രു. കബീർസ് ദോഹാസ് എൻറിച്ച്ഡ് ദ ഹിന്ദി ലാംഗ്വേജ്. കബീർ തൻ്റെ ദോഹാസ് ഏതിലായിരുന്നു? ഹിന്ദി ലാംഗ്വേജിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മഹാഭാരത, രാമായണ ആൻഡ് അതർ വർക്ക് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു വേരിയസ് റീജിയണൽ ലാംഗ്വേജ്. മഹാഭാരതവും രാമായണവും എല്ലാം വേറെ ഭാഷകളിലേക്കും തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദിസ് ലീഡ് ടു ദ റിജനുവേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അവിടെ പുതിയ ഭാഷകൾ രൂപപ്പെടാൻ വേണ്ടി ഇത് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത്, ദ മേജർ ലിറ്റററി വർക്ക് ആൻഡ് ഓതർ ഇൻ വെർനാക്കുലർ ലാംഗ്വേജ്. പ്രാദേശിക ഭാഷകളിൽ എഴുതപ്പെട്ടിട്ടുള്ള ലിറ്റററി വർക്കും അതിൻ്റെ ഓതേഴ്സിൻ്റെ പേരും നോക്കാം. തമിഴിലുള്ള ലിറ്റററി വർക്കാണ് 4000 ദിവ്യപ്രബന്ധവും തിരുമുറൈകളും. അത് എഴുതിയത് 4000 ദിവ്യപ്രബന്ധം എഴുതിയത് ആൽവാർ. തിരുമുറൈകൾ എഴുതിയത് ആരാ? നയനാറാണ്. ഇതൊരു കന്നഡ ഭാഷയിൽ വചന എഴുതിയ ബാസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു. തെലുഗു ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്തത് നന്നയ്യ തിക്കണ്ണ ആൻഡ് യാര പ്രഗാദ. ബംഗാളിയിൽ ഗീതാഗോവിന്ദം അത് എഴുതിയത് ജയദേവ. ഹിന്ദിയിൽ പത്മാവത് എഴുതിയത് മല്ലിക് മുഹമ്മദ്
ജെയ്സി. മലയാളത്തിലെ ജ്ഞാനപ്പാന എഴുതിയത് പൂന്താനം, അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, മുഹൈദ്ദീൻ മേള എഴുതിയതാര ഗ്വാസി മുഹമ്മദ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ ദ ഭക്തി മൂവ്മെൻറ്റ് ഹെൽപ്ഡ് ഇൻ ഗ്രോയിങ് വെർണക്കുലർ ലാംഗ്വേജ്. വെർണക്കുലർ ലാംഗ്വേജ് എങ്ങനെയാണ് ഭക്തി മൂവ്മെൻറ്റ് വന്നതോടുകൂടി എങ്ങനെയാണ് പ്രാദേശിക ഭാഷകൾക്ക് ഒരു ഗ്രോയിങ് ഉയർച്ച വന്നത്, പുരോഗതി ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. Bhakti Sufi propagators used vernacular language to spread their ideas among common people. Many devotional poems were composed in languages like Tamil, Punjabi, Bengali, Marathi, Telugu, Kannada, Malayalam, etc. Many other literary works in vernacular language were also composed. One of the examples of cultural integration was the Urdu, the combination of Persian and Hindi language. Many of the works were translated into other regional languages. This helped to rejoin of language and literature. അടുത്ത ടോപ്പിക്കാണ് ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ്. വാട്ട് were the changes happened in the society as a result of ഭക്തി സൂഫി മൂവ്മെൻറ്റ്? നമ്മുടെ ഭക്തി സൂഫി മൂവ്മെൻറ്റ് വന്നതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. റിലീജിയസ് ടോളറൻസ് ഉണ്ട്, ആറ്റിറ്റ്യൂഡ് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു, ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് കസ്റ്റം അല്ലേ. ഇത് കൂടാതെയുള്ള നമ്മൾക്കുള്ള ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആ സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. help to remove different types of discriminations like caste, race, gender, etc. Improved social relations between people. Growing of regional languages, many poets are emerged. Religious tolerance, attitude against discrimination, attitude to question imposed customs. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇനി പോയിൻറ്റ്സ് കിട്ടുന്നത് നിങ്ങൾ കൂടെ ഒന്ന് എഴുതി ചേർത്തോളൂ കേട്ടോ. The medieval Indian society was characterized by severe hierarchical issues and social inequalities. അല്ലേ, നമ്മുടെ മെഡീവൽ ഇന്ത്യയിൽ എന്തായിരുന്നു, സാമൂഹ്യപരമായ ഇക്വാളിറ്റീസ് ഉണ്ടായിരുന്നു, അതുപോലെ ഹൈറാർക്കിക്കൽ ഇഷ്യൂ. The political and social conditions of the time were discussed in previous chapter. In this context, Bhakti Sufi movement have played a critical role in reducing the conflict, bringing the people together and creating atmosphere of peace and harmony. ആളുകൾക്കിടയിൽ സമാധാനം ഉണ്ടാക്കുവാൻ ഭക്തി സൂഫി മൂവ്മെൻറ്റുകൾക്ക് എന്താ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് റോള് വഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. The influence of Bhakti and Sufi idea help people belong different caste and religion to coexist. പല ജാതിയിൽപ്പെട്ട മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ തമ്മിൽ സഹവർത്തിത്വത്തോടു കൂടി കഴിയാൻ നമ്മുടെ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായകമായിട്ടുണ്ട്. അതുകൂടാതെ ദ ഹോൾമാർക്ക് ഓഫ് മോഡേൺ ഇന്ത്യൻ സൊസൈറ്റി, നമ്മളുടെ ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖമുദ്രകളായിട്ടുള്ള കമ്മ്യൂണൽ ഹാർമണി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഫ്രട്ടേണിറ്റി, ഇക്വാളിറ്റി ആൻഡ് പ്ലൂറലിസം, അതായത് സൗഹാർദ്ദം, സാമുദായികത, ജ്ഞാനത്വത്തിൽ ഏകത്വം, സഹോദര്യം, തുല്യത, ബഹുസ്വരത തുടങ്ങിയവ ഭക്തി സൂഫി ആശയങ്ങളുടെ പ്രേരണയിൽ നിന്നും രൂപം കൊണ്ടിട്ടുള്ളതാണ്. Organize a discussion on how the Bhakti Sufi movement contributed to the emergence of Sanskrit culture in India. നമ്മുടെ ഇന്ത്യയിലെ കൾച്ചറിൽ ബാധിക്കുന്ന രീതിയിൽ, അതായത് എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഭക്തി സൂഫി മൂവ്മെൻറ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. Bhakti and Sufi movements were two of the most influential spiritual paths to God in India. These movements emphasized a direct relationship with God. Both movements had a significant impact on Hinduism and Islam in India, go through their teaching of love for all humanity. Regardless of caste or religion, both movements influenced both Hinduism and Islam to be more inclusive and tolerant. Bhakti Sufi movement was the result of resentment of people against caste system, rituals and sacraments. These movements had their influence on the social structure of India. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.